ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വരുന്ന ക്രിയേറ്റർ മ്യൂസിക്കിനെ കുറിച്ച് പലർക്കും പല ഡൗട്ട്സ് എല്ലാം ഉണ്ട്. അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റർ മ്യൂസിക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചെല്ലാം നോക്കാം. നിലവിൽ യൂട്യൂബിലുള്ള ഓഡിയോ ലൈബ്രറി ഇത് മാറ്റി ക്രിയേറ്റർ മ്യൂസിക് എന്ന പുതിയ ഒരു ഫീച്ചറാണ് വരാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ മ്യൂസിക് എല്ലാം യൂസ് ചെയ്യുന്നതിന് അതിനുവേണ്ടിയാണ് ക്രിയേറ്റർ മ്യൂസിക് എന്ന ഈ പുതിയ ഫീച്ചർ വരുന്നത്. ക്രിയേറ്റർ മ്യൂസിക് ഏതെല്ലാം തരത്തിലാണ് ക്രിയേറ്റേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഒന്നാമതായി ക്രിയേറ്റേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ക്രിയേറ്റർ മ്യൂസിക് ലൈസൻസ് എടുക്കുക എന്നതാണ്. ഇങ്ങനെ ലൈസൻസ് എടുക്കുമ്പോൾ ക്രിയേറ്റേഴ്സ് അവർ യൂസ് ചെയ്തിരിക്കുന്ന സോങ്ങിന് ക്രിയേറ്റേഴ്സിന് ലഭിക്കുന്ന റവന്യൂവിൽ നിന്നും ഒന്നും ഷെയർ ചെയ്യേണ്ടതായി വരില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റർ മ്യൂസിക് ലൈസൻസ് എടുക്കുന്നത് എന്ന് നോക്കാം. കൂടുതൽ റീച്ച് അല്ലെങ്കിൽ വലിയ ചാനലെല്ലാം ആണെങ്കിൽ അവർക്ക് ക്രിയേറ്റർ മ്യൂസിക്കിന് കൂടുതൽ പണമെല്ലാം നൽകേണ്ടി വരും. എന്നാൽ ചെറിയ ചാനലെല്ലാം ആണെങ്കിൽ അവർക്ക് റീച്ച് എല്ലാം കുറവായത് കൊണ്ട് തന്നെ അവർക്ക് ക്രിയേറ്റർ മ്യൂസിക്കിന് കുറഞ്ഞ പണം നൽകിയാൽ മതിയാകും. മ്യൂസിക് ലൈസൻസ് രണ്ട് ടൈപ്പ് കാറ്റഗറിയിലെല്ലാമാണ് വരുന്നത്. ഒന്നാമത്തേത് ടേം ലൈസൻസ് ആണ്. അതായത് നമുക്കൊരു ടൈം വരെ എല്ലാം ട്രാക്സ് എല്ലാം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നേടിയെടുക്കാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ 2 വർഷത്തേക്ക്, 5 വർഷത്തേക്ക്, 10 വർഷത്തേക്ക് ഇത്തരത്തിൽ നമുക്കൊരു ടേം ലൈസൻസ് എടുത്ത് അത്രയും കാലത്തേക്ക് നമുക്ക് ട്രാക്സ് എല്ലാം യൂസ് ചെയ്യാനുള്ള ലൈസൻസ് നേടിയെടുക്കാം. അടുത്തതായി വന്നിരിക്കുന്നത് സ്ഥിര ലൈസൻസ് ഓപ്ഷൻ ആണ്. ഇവിടെ എക്സ്പയറി ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും മ്യൂസിക് എല്ലാം യൂസ് ചെയ്യാം. നിങ്ങൾ ടേം ലൈസൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ടേം ലൈസൻസിന്റെ കാലാവധി ഇത് എക്സ്പയർ ആകുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് നോക്കാം. നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ ട്രാക്സ് എല്ലാം യൂസ് ചെയ്യുന്നതിന് നിങ്ങളുടെ ലൈസൻസ് റിന്യൂ ചെയ്യാം. എന്നാൽ ഒരു കാര്യം, ഇങ്ങനെ റിന്യൂ ഓപ്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്ത് ലൈസൻസ് റിന്യൂ ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെ ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നില്ല എങ്കിൽ അധിക സമയവും നമുക്ക് ലഭിക്കുന്ന റവന്യൂ ഷെയറിംഗ് എന്ന ഓപ്ഷൻ സ്വീകരിക്കാം. അതിനാൽ തന്നെ ലൈസൻസ് റിന്യൂ ചെയ്ത് അല്ലെങ്കിൽ റവന്യൂ ഷെയറിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കണ്ടന്റ് ID ക്ലെയിം വരാനുള്ള സാധ്യത ഒഴിവാക്കാം. അതുപോലെ നമ്മുടെ റവന്യൂ ഇത് നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യാം. ലൈസൻസിങ്ങിന് നമുക്ക് ഓരോ സോങ്ങിനും വ്യത്യസ്തമായ പ്രൈസിംഗ് എല്ലാം ആയിരിക്കും നൽകേണ്ടി വരിക. എങ്ങനെയാണ് സോങ്ങിന്റെ പ്രൈസിംഗ് എല്ലാം തീരുമാനിക്കുന്നത്? യൂട്യൂബ് അല്ല സോങ്ങിന്റെ പ്രൈസിങ്ങിന്റെ കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കുന്നത്. മ്യൂസിക് ഓണേഴ്സ് ആണ് ഇതിന്റെ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത്. നല്ല ഡിമാൻഡുള്ള സോങ്സ് എല്ലാം ആണെങ്കിൽ ക്രിയേറ്റേഴ്സ് കൂടുതൽ പണമെല്ലാം നൽകേണ്ടി വരും. എന്നാൽ ഡിമാൻഡ് കുറഞ്ഞ മ്യൂസിക് ഇത് കുറഞ്ഞ പണത്തിന് ക്രിയേറ്റേഴ്സിന് ലഭിക്കും. ക്രിയേറ്റർ മ്യൂസിക് എന്ന ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ പല പ്രൈസ് പോയിന്റിലും പ്ലാനുകളെല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ പ്ലാൻ എല്ലാം ക്രിയേറ്റേഴ്സിന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് റവന്യൂ ഷെയറിംഗ് എന്ന ഓപ്ഷൻ എനേബിൾ ആയ സോങ്സ് എല്ലാം സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്നും വന്നിരിക്കുന്ന റവന്യൂ ഇത് നിങ്ങളും അതുപോലെ മ്യൂസിക് ഓണറുമായി ഷെയർ ചെയ്യേണ്ടി വരും. ഇനി കുറെ ക്രിയേറ്റേഴ്സിനുള്ള ഒരു ഡൗട്ടാണ്, ഓഡിയോ ലൈബ്രറിക്ക് എന്താണ് സംഭവിക്കുക എന്ന്. ഓഡിയോ ലൈബ്രറിക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഓഡിയോ ലൈബ്രറിയിലുള്ള എല്ലാ സോങ്സും ക്രിയേറ്റർ മ്യൂസിക്കിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇതിനാൽ തന്നെ എല്ലാ മ്യൂസിക് അതുപോലെ സൗണ്ട് എഫക്ട്സ് എല്ലാം തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനും നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാനെല്ലാം സാധിക്കും. നിലവിൽ ഓഡിയോ ലൈബ്രറി എല്ലാം യൂസ് ചെയ്ത് മ്യൂസിക് ആഡ് ചെയ്ത് വീഡിയോ ചെയ്തവർക്ക് അവർക്ക് ചേഞ്ചസ് ഒന്നും വരുത്തില്ല എന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്